പിന്നീടാണെന്ന് പല നിരൂപന്മാരും പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഈ വിങ്ങലുകൾ പ്രകടമാക്കിയത് എത്ര വയസ്സിലായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചില കഥ ചെറുകഥയൊക്കെ എഴുതുമായിരുന്നെങ്കിലും കവിതാ രംഗത്ത് ഞാൻ വരുന്നത് വിദേശത്തു നിന്നാണ്. വിദേശത്ത് പോയപ്പോൾ അവിടെ ധാരാളം സമയമുണ്ട്, മാത്രമല്ല ചിന്തിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ ചിന്ത വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കവിതയുടെ ആശയം വരുന്നതും കവിത എഴുതി തുടങ്ങുന്നതും. വളരെ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 കൊല്ലത്തിൻ്റെ ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്നിലുണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വിദേശത്താവുമ്പോൾ വിദേശത്തുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നാട്ടിനെക്കുറിച്ചും നാട്ടിലെ ബന്ധുക്കളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചുമുള്ള ചിന്തയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വേദനകളും കാര്യങ്ങളും ഇതൊക്കെ എപ്പോഴും മനസ്സിൽ മതിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഒരു പ്രവാസ ജീവിതത്തിലാണ് മനുഷ്യന് ഏറ്റവും വലിയ വ്യഥ അനുഭവപ്പെടുകയാണെന്ന്. അപ്പോഴാണ് അല്പഭാവനയും കാര്യമൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കവിതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഉണ്ടായത്. ഈ ദുരവസ്ഥയുള്ള കവിതയാണ് അവസാനം പൂർത്തീകരിച്ചു വന്നിരിക്കുന്നത്. ഈ കവിതയിൽ പറഞ്ഞ പല കവിതകളും സാരോപദേശം വളരെ എന്നെ ആകർഷിച്ചൊരു കവിതയാണ്. ഈ കവിത ഈ ആശയങ്ങളൊന്ന് പറഞ്ഞ് ഇതൊന്ന് താങ്കളുടെ രീതിയിൽ തന്നെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലോചിക്കാം. ആലാപനം എന്ന് പറയുമ്പോൾ എൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എല്ലാം തന്നെ ഗദ്യ കവിതകളാണ്. ഏറ്റവും കൂടുതൽ ഗദ്യ, പദ്യ രൂപത്തിലുള്ളത് വളരെ ചുരുക്കം ചിലത് മാത്രമേ ഉള്ളൂ. ഈ കവിതയും അത് ഗദ്യരൂപത്തിലാണ്. ആരാധനാലയങ്ങളിൽ മദ്യപിക്കുന്നവരോട് ആധ്യാത്മിക കാര്യങ്ങൾ പറയരുത്. ശ്മശാനങ്ങളിൽ നിന്ന് വ്യഭിചരിക്കുന്നവരോട് പരലോകത്തെക്കുറിച്ച് പറയരുത്. മതഗ്രന്ഥങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നവരോട് ദൈവശിക്ഷയെക്കുറിച്ച് പറയരുത്. അമ്പലക്കാളകളും ആലയില്ലാ പശുക്കളും ഇന്നിന്റെ സന്തതികൾ ഉപദേശം പറയരുത്. അരാഷ്ട്രീയവാദികൾ ചവച്ചുതുപ്പിയ വേദാന്തങ്ങൾ പൊറുക്കിയെടുക്കുക. സിദ്ധാന്തങ്ങളുടെ ശ്മശാനങ്ങളിൽ അന്തിയുറങ്ങുന്നവർക്ക് സായുജ്യം. കർമ്മപദങ്ങളിൽ മുള്ളുകൾ വിതറുന്നവർക്ക് ശവപ്പറമ്പുകൾ സ്വർഗമത്രേ. ഈ കവിതയിൽ ഞാൻ കാണുന്നത് ആലയില്ലാ പശുക്കളും ഇന്നിന്റെ സന്തതികൾ, ഇത് വളരെ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഫിറ്റായ ഒരു വാക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇത്തരത്തിലുള്ള, അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു കവിത എൻ്റെ മനസ്സിൽ വന്നത്. അതാണ് ആ സാരോപദേശങ്ങളുടെ ഒരു വിഷയം. കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയുണ്ട്? കുടുംബത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമില്ല. കുടുംബത്തെക്കുറിച്ച് പറയാം. കുടുംബം, ഭാര്യ, 3 കുട്ടികളുണ്ട്. മകൻ ഇപ്പൊ ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മകള് ഭർത്താവിൻ്റെ കൂടെ അബുദാബിയിലാണ്. പിന്നെ ഇനി ഒരു മകളുണ്ട്, അവള് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണ്. ഡോക്ടർമാൻസ് കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത് തന്നെ മിക്കവാറും അവളുടെ കല്യാണവും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം കല്യാണം നടന്നാലും അവൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഡോക്ടർമാൻസിൽ ഒരു നല്ലൊരു കോഴ്സാണ്. അതാണ് അവർ തിരഞ്ഞെടുക്കാൻ കാരണം. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ ചെയ്യാമല്ലോ എന്നുള്ളതാണ്. അപ്പം തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനങ്ങനെ. ഇതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം. പിന്നെ ഇപ്പം അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല. ഇപ്പോ നമ്മുടെ റംസാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞു, അതിന്റെ ആരോഗ്യമൊക്കെ തീർന്നു.
ആ റംസാൻ പലപ്പോഴും നമ്മുടെ ഞാൻ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഈ നോമ്പ് നോക്കുന്നതിന്റെ ആശയം എന്താണ്? പലപ്പോഴും പല കുട്ടികൾക്ക് അറിയുന്നില്ല. അതിനെക്കുറിച്ച് ആൾക്കാരത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് പറയ നമ്മൾ നോമ്പ് നോക്കുന്നതും അതുപോലെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിനുള്ള അതിനുള്ള ആധ്യാത്മികത എന്താണ്? അല്ലെങ്കിൽ നമുക്ക് മേഖലകളിൽ നമുക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇത് ഓണത്തെക്കുറിച്ച് പറഞ്ഞാലും പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞാൽ ഈ മത ആചാരങ്ങളെല്ലാം തന്നെ ശരിക്കും വിശപ്പുമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇത്തരത്തിലുള്ള, അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ശക്തിയായ ഭാഷയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു കവിത എൻ്റെ മനസ്സിൽ വന്നത്. അതാണ് ആ സാരോപദേശങ്ങളുടെ ഒരു വിഷയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെയ്യാമല്ലോ എന്നുള്ളതാണ്. അപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനങ്ങനെ, ഇതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം. പിന്നെ ഇപ്പം അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല. ഇപ്പോ നമ്മുടെ റംസാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞു, അതിന്റെ ആരോഗ്യമൊക്കെ തീർന്നു. ആ റംസാൻ പലപ്പോഴും നമ്മുടെ ഞാൻ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഈ നോമ്പ് നോക്കുന്നതിന്റെ ആശയം എന്താണ്? പലപ്പോഴും പല കുട്ടികൾക്ക് അറിയുന്നില്ല. അതിനെക്കുറിച്ച് ആൾക്കാരത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് പറയ നമ്മൾ നോമ്പ് നോക്കുന്നതും അതുപോലെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിനുള്ള അതിനുള്ള ആധ്യാത്മികത എന്താണ്? അല്ലെങ്കിൽ നമുക്ക് മേഖലകളിൽ നമുക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇത് ഓണത്തെക്കുറിച്ച് പറഞ്ഞാലും പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞാൽ ഈ മത ആചാരങ്ങളെല്ലാം തന്നെ ശരിക്കും വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. മനുഷ്യന്റെ പുരോഗതിക്ക് നിദാനമായിട്ടുള്ളത് വിശപ്പാണ്. വിശപ്പിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുക, കൃഷി ചെയ്യുക എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പിന്നീട് കൃഷി മൂലപ്പെട്ടു അത് വ്യവസായ രൂപത്തിലേക്ക് പോയപ്പോൾ വ്യാവസായിക വിപ്ലവം നടന്നതിന്റെ പിന്നിലും ശരിക്കും മനുഷ്യന്റെ വിശപ്പതാണ്. വിശപ്പിനെ കുറിച്ചാണ് എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നതും. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം, ഓണം ഉണ്ണണം എന്നാ പറയുന്നത്. പറഞ്ഞാൽ വിശപ്പ് അടക്കാൻ, അത് ഇനി എന്ത് തന്നെ ത്യാഗം സഹിച്ചു കഴിഞ്ഞാലും വിശപ്പടക്കാൻ നാം തയ്യാറാവണം. അതാണ് അതിൻ്റെ ഒരു ആശയം. ഇസ്ലാം മതം പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈദ് ഉൽ ഫിത്തർ. ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത് ഒരു മാസക്കാലത്തെ വ്രതത്തിന് ശേഷമാണ്. വ്രതത്തിന്റെ ശരിയായ ഉന്നം മറ്റുള്ളവന്റെ വിശപ്പ് അറിയുക. വിശപ്പ് അറിയാൻ വേണ്ടിയാണ് വിശന്നുകൊണ്ടിരിക്കുന്നത്. പകല് പൂർണ്ണമായും വിശന്നിരിക്കുന്ന ആളുകൾ വിശപ്പിന്റെ എല്ലാ കാഠിന്യങ്ങളും മനസ്സിലാക്കും. ഇപ്പം ഭക്ഷിക്കാനില്ലാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് എങ്ങനെ ഭവിക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രായോഗിക പരിശീലനം തന്നെ വേണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത്. അതുപോലെ ഈദ് ഉൽ ഫിത്തറിന്റെ കാര്യം പറയുമ്പോഴും ഈദ് ഉൽ ഫിത്തറിൽ ശരിക്കും ഈദ് ഉൽ ഫിത്തറിന്റെ ഒരു പ്രധാന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഫിത്തർ സക്കാത്താണ്. ഫിത്തർ സക്കാത്ത് എന്ന് പറയുമ്പോൾ തന്റെയും തന്റെ കുടുംബത്തിനും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ട, അതായത് ഇസ്ലാം എല്ലാം പിന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഭാര്യക്ക്, അച്ഛന്, മക്കൾക്ക്, പിന്നെ അമ്മക്ക് എല്ലാം തന്നെ ചെലവിന് കൊടുക്കണം. അങ്ങനെ ചെലവിന് കൊടുക്കാൻ ആവശ്യം അന്നത്തെ ദിവസം, അതായത് ഈദ് ഉൽ ഫിത്തറിന്റെ ആ ദിവസം ആവശ്യമായ ധാന്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണ രീതി ഇത് ആവശ്യം എന്താണോ അത് കരുതി വെച്ചതിന് ശേഷം
ബാക്കി വരുന്നത് പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന വിഭാഗത്തിന് ഇത്ര ഇന്ന വിഭാഗത്തിന് ഇത്ര എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ട രീതിയിൽ തന്നെ അത് കൊടുക്കണം. ഈ ആശയവും ഇപ്പോൾ ഈ പ്രാവശ്യത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണവും പെരുന്നാളും അടുത്തടുത്ത് വന്ന ഒരിതാണ്. അപ്പോ ഈ രണ്ട് ആശയത്തിലും പൊരുത്തപ്പെട്ട ഒരു സുവിശേഷം. പക്ഷേ ഇന്നത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ആളുകൾ പറയും വളരെ ജനകീയമായി ഓണം എല്ലാവരും ആഘോഷിക്കുന്നു, പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കുന്നു, ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം ജനകീയ അല്ലെങ്കിൽ മതേതരപരമായ ഒരു ചിന്താഗതിയിൽ നിന്നാണ് വരുന്നത് എന്ന് ഇത് കാണുമ്പോഴാണ് നമുക്ക് പഴയ കാലത്തെ ഓണവും പഴയ കാലത്തെ പെരുന്നാളും ഇപ്പോഴത്തെ പെരുന്നാളും ഇപ്പോഴത്തെ ഓണവും ഒക്കെ എന്ത് വ്യത്യാസമുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ എടുത്തു കഴിഞ്ഞാൽ കർക്കിടക മാസം പൂർണ്ണമായും പട്ടിണി എന്ന് പറയണം. വളരെ അപൂർവം ചില വീടുകളിൽ മാത്രമേ ഈ നമുക്ക് അറിയാത്ത പുഷ്പങ്ങൾ, നമ്മൾ ഏത് പുഷ്പമാണെന്ന് പോലും അതിന്റെ പേരറിയാത്ത കുറെ പുഷ്പങ്ങൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു. കടലാസ് പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കൾ ഇതെല്ലാം അലങ്കരിച്ചുകൊണ്ടാണ് ഇപ്പോ അത് മാത്രമല്ല, ഇപ്പോ ഗിന്നസ് ബുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ശ്രമം. വലിയ പൂക്കളം തീർത്തുകൊണ്ട് ഗിന്നസ് ബുക്കിലേക്ക് എങ്ങനെ പേര് കൊണ്ടുവരാം, അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു. ജാടകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം എന്താന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും നമുക്ക് കുടിച്ചു തീർക്കാനുള്ള ഒരു ആഘോഷമായിട്ട് മാറുകയാണ്. അത് പെരുന്നാളിനായാലും ശരി, ക്രിസ്മസിനായാലും ശരി, അല്ലെങ്കിൽ ഓണത്തിനായാലും വിഷു ആയാലും എല്ലാം നമ്മുടെ ചെറുപ്പക്കാരായാലും അല്പം പ്രായം എല്ലാം പ്രായമുള്ള ആളുകളായി കഴിഞ്ഞാലും അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുക, പൂസാവുക, പയ്യാമ്പലത്ത് പോയി കുടിക്കുക. കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പയ്യാമ്പലം, ചാരണം, ഇത് ഓരോ നാട്ടിലും അതാത് പ്രദേശങ്ങളുണ്ടാവും. അതിപ്പോ ഈ പെരുന്നാളിനൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം പെരുമഴയാണ്. ഈ പെരുമഴ കാരണം ഈ രാവിലെ മുതലേ മഴന്റെ ലാഞ്ചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നേതായാലും ഈ ആക്സിഡന്റ് മരണം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ഈ മഴയത്ത് ബൈക്ക് എടുത്ത് ചുറ്റൂല, അപ്പം ആക്സിഡന്റ് കുറയും. മാത്രമല്ല പയ്യാമ്പലത്ത് ഏതായാലും പോയി, അതുപോലെ തന്നെ പിറ്റേത്തെ പത്രത്തിൽ അങ്ങനെയുള്ള വാർത്തകളൊന്നും കണ്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇതെല്ലാം നല്ലതിനാണോ